ഹായ് എല്ലാവർക്കും നമസ്കാരം. ദീപാവലിക്കല്ലേ, അപ്പോൾ വീട്ടിൽ ഹൈഡ്രോഫോണിക്സ് ഒന്ന് പൊടി തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു മാസം മുമ്പ് വിത്തൊക്കെ ഇട്ട് നോക്കിയായിരുന്നു, അന്ന് മുളച്ചില്ല. പുതിയൊരു ഗ്രോ മിക്സും അതുപോലെ തന്നെ പുതിയ ബാച്ച് ഓഫ് സീഡ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ലെറ്റ്യൂസും അതുപോലെ തന്നെ കൊറിയാൻഡറുമാണ്. മല്ലിയൊക്കെ വീട്ടിൽ ആവശ്യം ഉണ്ടാകുന്നതുകൊണ്ട് മല്ലി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കഴിഞ്ഞ വർഷം എനിക്ക് വാട്ടറിങ് അത്ര പ്രോപ്പറായില്ല തോന്നി, അതുകൊണ്ട് ഇത്തിരി നന്നായിട്ട് നനച്ച് ഗ്രോ മിക്സൊക്കെ ഒന്ന് സെറ്റാക്കി വിത്ത് നട്ടിട്ടുണ്ട്. ഇത് സാധാരണ നമുക്ക് ഈ സൺലൈറ്റിനകത്ത് ഗ്രോ ചെയ്യാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു ഗ്രോ ലൈറ്റ്സ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പം ഗ്രോ ലൈറ്റ്സിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് പീരിയോഡിക്കായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം. അപ്പം ഒരു രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രോ ആവുള്ളൂ. അപ്പം ലൈറ്റും വാട്ടറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തവണ എന്തോ ഒരു ചലഞ്ച് കഴിഞ്ഞ വർഷം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കുഴപ്പമില്ല, ഒന്ന് നോക്കി നോക്കാം. സാധാരണ ഒരു 2 വീക്സ് കൊണ്ട് സ്പ്രൗട്ട് ചെയ്ത് വരേണ്ടതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് സൈക്കിൾ ഞാൻ കണ്ടത്. ഇതൊരു ടിൽറ്റ് 120 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡിംഗ് മോഡൽ സൈക്കിളാണ്. കുറച്ച് കാലമായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല, ഇടക്കാലത്ത് വേണ്ടി മേടിച്ചതാണ്. ഇത് വലിയൊരു പ്രശ്നം വെച്ചാൽ ഇത് ഭയങ്കര ഹെവിയാണ്. ഇത് കൊണ്ടു നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോൾഡ് ചെയ്ത് നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഡെക്കാത്ലോണിൻ്റെ ഒരു ബൈബാക്ക് സ്കീമുണ്ട്. സൈക്കിൾസ് കൊടുത്തിട്ട് നമുക്ക് പകരം വൗച്ചേഴ്സ് കിട്ടും. അത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഏതായാലും എൻ്റെ ഈ സൈക്കിളൊന്ന് ബൈബാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ബൈബാക്ക് പ്രോസസ്സ് കുറച്ച് സിമ്പിളാട്ടോ. ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ്ട് സൈക്കിളിൻ്റെ വാങ്ങിച്ച ഡേറ്റ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാൽ നമുക്കൊരു എസ്റ്റിമേറ്റ് കിട്ടും സൈക്കിളിൻ്റെ ഇപ്പോഴത്തെ വില. അത് കഴിഞ്ഞാൽ ഇവരൊന്ന് സൈക്കിൾ മൊത്തത്തിലൊന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഈ സൈക്കിളിന് ഇപ്പോൾ ഏകദേശം 15,000 രൂപ വില ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും അതിൻ്റെ വില ഒരു ഓഫർ ടൈമിൽ ഒരു 10,000 അടുത്ത് വന്നായിരുന്നു. എനിക്കെല്ലാം കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,500 റുപ്പീസ് ആയിരുന്നു. ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു വാല്യൂ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം സൈക്കിൾ സ്റ്റോറിൻ്റെ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങിക്കാമെന്ന് വെച്ചപ്പോൾ ഫാദറിലോ ഉണ്ടായിരുന്നു. ഫാദറിലൊക്കെ ഒരു ഷൂ വേണമെന്ന് പറഞ്ഞു. അപ്പം ഒരു റണ്ണിങ് ഷൂ ഏതായാലും ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ബൈബാക്ക് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ഒരു വൗച്ചറായിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെഡീം ചെയ്യേണ്ടി വരും. ഏതായാലും ഷൂ മേടിച്ചു, വേറെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പം വൗച്ചർ യൂസ് ചെയ്യാമെന്ന് കരുതി. ഡെക്കാത്ലോണിൻ്റെ ഈ ബൈബാക്ക് പോളിസിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് ഡെക്കാത്ലോണിൽ വേറൊരു സൈക്കിളും കൂടിയുണ്ട്. അതെൻ്റെ ഫേവറേറ്റ് സൈക്കിളാണ്, RC500. അങ്ങനെ വീട്ടിലെത്തി ഷൂവിൻ്റെ വില കേട്ടിട്ട് ആകെ കണ്ണുകളിരിക്കുന്ന ഹാജരെ സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ ഫാദറിലെ ഒരു ദ്വീപിലൊരു കഥ പറഞ്ഞു. നമുക്ക് എന്താണെന്ന് കേട്ടോക്കാം. ഓരോ ദ്വീപിലും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അമേരിക്കാര് മുതലേ എന്ന് പറയുന്നത് ആദ്യം ഫസ്റ്റ് മുതലേ എന്ന് പറയും. അപ്പം സഫിയ കരയിൽ പഠിച്ചിട്ട് വെക്കേഷനിൽ നാട്ടിൽ വന്നിട്ട് നമ്മളെ അബ്സാഖ് താമസിക്കുന്ന വീടിന്റെ വരാതിരിക്കുന്ന ഒരു ദിവസം. അപ്പൊ കുറെ സ്ത്രീകളെ രാവിലെ ഇങ്ങനെ കൂട്ടായിട്ട് ഇതിന് മുമ്പ് കൂടി ഇങ്ങോട്ട് പോവാ, ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പൊ അബ്സാഖ് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ മോള് ഷീക്കിൽ എന്ന ആസ്പത്രി എന്ന് പറയാ, ഷീക്കിൽ മുതലേ പറ്റുന്ന. അപ്പൊ ഞങ്ങൾ അത് കാണാൻ പോവാണ്. അപ്പൊ മുതലേ പറ്റുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. മുതലേ പറ്റുന്ന, മുതലേ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നുള്ള തുടക്കം. അപ്പൊ സഫിയ ഓ മുതലേ പറ്റിയ ഞാൻ വരുന്ന സഫിയ ഓടിപ്പോയി. ഫാദറിലെ തമാശ ഏതായാലും കൊള്ളാം. അപ്പം ദ്വീപിലെ ഭാഷാ പ്രശ്നത്തെക്കുറിച്ചാണ് പുള്ളി പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ഈ കഥയിലോട്ട് എത്തി. ബാക്കി കഥകളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഹാപ്പി ദീപാവലി.